ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെയായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കേട്ടോ. സിഗരറ്റ് പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതും അല്ലാണ്ട് നമ്മുടെ താഴ്ഭാഗത്ത് എങ്ങനെയാണ് ഓപ്പണൊക്കെ വെക്കുന്നത്, സിമ്പിളായിട്ട് എങ്ങനെയാണ് ഓപ്പണൊക്കെ വെക്കുന്നത്, പിന്നെ അതിലായിട്ട് നമ്മൾ ബബിൾസൊക്കെ വെക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ പീസാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ നമുക്ക്. ഇതുപോലത്തെ ഭാഗം കേട്ടോ, നമ്മൾ ഇങ്ങനെ ഒരു കേവായിട്ട് വരുന്ന ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഷേപ്പ് ഭാഗം നമ്മുടെ സെൻറ്റർ ഭാഗമാണ് വരുന്നത്. അപ്പോൾ കാലിൻ്റെ സെൻറ്റർ ഭാഗം. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ടെക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ടെക്ക് എങ്ങനെയാണ് ഇടുന്നത് നമ്മളൊന്ന് കാണിച്ചു തരാം. ആദ്യം വന്നിട്ട് നമുക്ക് ആ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് 3.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3.5 ലെങ്ത്തൊക്കെ മതി. നമ്മുടെ ഒരു പാൻറ്റിലെ ലെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം ബോയ്ക്കൊരു ഒരു 4. അപ്പോൾ ഒരു 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബാക്ക് സൈഡ് പീസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക. ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് മടക്കി പിടിച്ചിട്ട് നമ്മൾ ആ ഒരു മാർക്ക് സ്റ്റിച്ച് ഇടേണ്ടത് ഒരു 1/2 ഇഞ്ച് വീതിക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കുക 1/2 ഇഞ്ച് ഉണ്ടോയെന്ന്. ആ 1/2 ഇഞ്ചിനാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ ടെക്ക് പിടിക്കാം. അത് ഓരോത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യണം. പിന്നെ ഒരു 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടെക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡ്, ഇത് നല്ല വശം കേട്ടോ, ഫ്രണ്ട് സൈഡ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാൻഡാണ്. ബാൻഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ ബാൻഡ് ഇതുപോലെ വെട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നമ്മൾ അളവിനനുസരിച്ച് കുറച്ച് കൂടുതലും കൂടി നമ്മൾ വെട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുണീൻ്റെ ഒരു സൈഡാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്നത്, മറ്റൊരു സൈഡ് നമ്മൾ പകുതി അതുപോലെ വിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തുണി കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലെയിൻ ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത്, അതായത് നല്ല വശത്തും പിന്നെ നമ്മുടെ പാൻറ്റ് വന്നിട്ട് ചീത്ത വശവും കൂടി ടച്ച് ചെയ്യുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുപോലെ വെച്ച് കൊടുക്കുക. ക്യാൻവാസ് നമ്മൾ എവിടേക്കാണ് ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ടെക്കിട്ട ഒരു പീസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് ലെഫ്റ്റിക്ക് റൈറ്റിക്ക്, അതായത് ഓരോ പീസും അതിൻ്റേതായ രീതിക്ക് വെളിയിലോട്ട് നോക്കുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ചെയ്തെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ബാക്കിലോട്ടൊന്ന് പോയിട്ട് ഒന്നും കൂടിയിട്ട് പതുക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ, പെട്ടെന്ന് മനസ്സിലാവും. വലിയ സീനൊന്നുമില്ല. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി പോയി കാണും കേട്ടോ. എന്നിട്ട് മേലെ ഒരു സ്റ്റിച്ചും കൂടി നമ്മളൊരു പ്രഷർ ഫുഡ് വീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഏകദേശം പണി നമുക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ 2 പീസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ചീത്ത വശത്തു കൂടെയാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. അതേപോലെ നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സെൻറ്റർ ഭാഗം, ആ ഒരു കേവായിട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ എങ്ങനെയാണ് അടിച്ചത് അതേപോലെ ഒന്ന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കത്തെ ഇങ്ങനൊരു ഭാഗം നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വശം കേട്ടോ, നല്ല വശം. ഇനി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് എടുക്കുക. ബാക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗത്തിൻ്റെ സൈഡ് കേട്ടോ, സൈഡ് വശം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സൈഡ് വശത്താണ് നമുക്ക് ഓപ്പൺ വരുന്നത് കേട്ടോ. അപ്പോൾ ആ സൈഡ് വശത്ത് നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ മാർക്ക് വന്നിട്ട് നമ്മുടെ കറക്റ്റ് അളവാണ്. മേലേക്ക് ഒരു മാർക്ക് ഇട്ടുണ്ടല്ലോ, ഒരു 2 ഇഞ്ച് വീതിക്ക് ഒരു മാർക്ക് ഉണ്ട്, അത് വന്നിട്ടാണ് നമുക്ക് ഓപ്പൺ വരുന്നത്. അതിൻ്റെ മേലെ നമ്മളൊരു 5 എണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/2 ഇഞ്ച് വീതിക്ക്. അത് വന്നിട്ട് നമുക്ക് ബബിൾസ് വെക്കാനുള്ളതാണ്. അത് ഞാൻ അളവ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് 2 കാലിലും ഇതുപോലെ 2 തുണിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബബിൾസ് നമ്മൾ തുണിയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു കാലിൽ 5 വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെക്കാം. ചിലപ്പോൾ നമ്മൾ അരയിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിലും വെക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനൊരു അരയിഞ്ച് ഗ്യാപ്പിൽ നമ്മുടെ കസ്റ്റമറിൻ്റെയാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ എവിടെ നിന്നാണോ തുടങ്ങുന്നത്, നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഒന്ന് നമ്മളിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലൈനിൽ കൂടെയാണ് നമുക്ക് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഞാൻ അരയിഞ്ച് ഗ്യാപ്പിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു നോട്ട് ഇട്ടിട്ടില്ലേ, അവിടെ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത് നമ്മൾ 5 മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബബിൾസ് വെക്കാൻ വേണ്ടിയിട്ട്. ആ 5 എണ്ണത്തിലാണ് നമ്മൾ ബബിൾസ് കറക്റ്റായിട്ട് ആ ലെവലിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ലൈനിൽ കൂടെ വെച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എല്ലാം ഒരേ ലെവലിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈന് മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാം അത് നമ്മൾ 5 ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബബിൾസ് വെക്കുമ്പോൾ തുണി ഒന്ന് ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ 2 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ട് ബാക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് പിന്നെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതും നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെക്കുക അതുപോലെ. ഓക്കെ, താഴെ വന്നിട്ട് നമ്മുടെ ബാക്ക് പീസാണ്, ഫ്രണ്ടിലുള്ളത് ഫ്രണ്ട് പീസുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ സൈഡിൽ ഇനി അടിക്കാൻ പോകണം ആ ബബിൾസ് വെച്ച ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഓപ്പണിന് വേണ്ടിയിട്ട്, അതിന് മേലെയാണ് നമ്മൾ തുടങ്ങേണ്ടത് സ്റ്റിച്ച്. കണ്ടോ? ഓക്കെ, അവിടെ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് നമ്മുടെ ഓപ്പൺ, അതിന് ശേഷം നമ്മുടെ ഓപ്പൺ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വിട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഈ ബബിൾസ് വരുന്ന ഭാഗത്ത് അടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പതുക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ കറക്റ്റ് ലൈനിൽ കൂടെയാണ് ബബിൾസ് വെച്ചിരിക്കുന്നത്. അതേ ലൈനിൽ കൂടെ തന്നെ ആ സ്റ്റിച്ച് കാണും, ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ അടിച്ച് വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് കിട്ടും. ചിലപ്പോൾ കുറച്ച് മേലോട്ട് കീരിയും ഇറങ്ങിയൊക്കെ വരും. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യമൊക്കെ അടിക്കുമ്പോൾ നീങ്ങിപ്പോവും, നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രഷർ ഫുട്ട് മാറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുളിവ് വരികയാണെങ്കിൽ, ആ ബബിൾസ് ഉള്ള ഭാഗത്ത് ചുളിവ് വരികയാണെങ്കിൽ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് വിട്ടിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കും ഫ്രണ്ടൊക്കെ ഒന്ന് വലിച്ച് പിടിച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്ത് ആ ചുളിവില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അയൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കറക്റ്റാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ 2 ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ലൈൻ ഇട്ടുണ്ടല്ലോ, അതിൻ്റെയും താഴെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഓക്കെ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. താഴെ വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് കിട്ടുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. ഇതുപോലെ ഒരു ഓപ്പൺ കിട്ടും. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റ് വരുന്നുണ്ടല്ലോ, ഇതുപോലെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇപ്പുറത്തും ഇങ്ങനെ പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റുകൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിക്ക് പിടിച്ചു കൊടുത്തിട്ട് ആ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ച്. നമ്മൾ സൂചി കറക്റ്റായ പോയിന്റിൽ കുത്തി നിർത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറക്കിയിട്ട് ലോക്ക് ചെയ്യുക. അതുപോലെ 2 അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടാവും, 2 ഇങ്ങനെ വരും. ഇതൊന്ന് നമുക്ക് കുത്തി മറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ വിരൽ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറിച്ചെടുക്കാം, ഈസിയാണ്. ഓക്കെ, ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമ്മുടെ ഓപ്പൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഓപ്പൺ കിട്ടും, ഏറ്റത്തൂക്കൊന്നും വരില്ല, കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് ഉണ്ടാവും. നമ്മൾ പോയിൻ്റിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കയറിപ്പോയിക്കാൻ അവിടെ ഒന്ന് ഒരു ഭംഗിയില്ലാണ്ട് ആ ഒരു ഓരോ ഭാഗം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ സൂചി കുത്തി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി മേൽഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിക്ക് വരും കേട്ടോ. ഓക്കെ, ഓപ്പൺ നമ്മൾ 2 ഇഞ്ച് വീതിക്കാണ് വരുന്നത്, 2 ഇഞ്ചിൽ വരുന്നത്. അതിൻ്റെ മേലേക്ക് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഓപ്പൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനലുള്ളത്. ഇത് സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റണം കേട്ടോ. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മൾ സൈഡൊക്കെ അടിച്ച് നമ്മൾ ഓപ്പണൊക്കെ ചെയ്താണ്. ഇനി അപ്പുറത്തെ വശം ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ കാല് ഇങ്ങനെ മൂട്ടി കൊടുക്കാനുണ്ട്. ഇത് നമ്മുടെ ആ ഒരു കറക്റ്റ് കാലിന് മൂട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റ് നമ്മുടെ താഴത്ത് എത്രയാണോ ഇഞ്ച് വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അളവ് നോക്കുക. നമ്മുടെ കാലിൻ്റെ ലൂസ് എൻ്റെയൊക്കെ ഒരു അളവിലാണെങ്കിൽ, ഞാനൊക്കെ എം സൈസാണ്, അതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 ഇഞ്ച് മതിയാവും കേട്ടോ ലൂസിലിടുന്നവരാണെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ ക്ലോത്തൊക്കെ നമുക്ക് ലൂസിൽ കാലിൽ കയറത്തുള്ളൂ. അതുകൊണ്ട് 6 ഇഞ്ചെങ്കിലും വെച്ചിട്ട് നമ്മളങ്ങനെ നമ്മൾ താഴ്ഭാഗം ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ഇതുപോലെ ഞാൻ ഒരു കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ താഴോട്ടേക്ക് നമുക്ക് ഇപ്പുറത്തെ കാലിലോട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗത്ത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എലാസ്റ്റിക് വെക്കണം കേട്ടോ. എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡിൽ നിന്ന് ഒരു 3 ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ചിട്ട് വേണം നിങ്ങൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ, അളവൊക്കെ മാറും ചെറുതായിട്ട്. ചിലവർക്ക് കുറച്ച് ലൂസായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ബാൻഡിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് എടുക്കാൻ. എന്നിട്ട് എലാസ്റ്റിക് ഇതുപോലെയാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. 2 സൈഡും നമ്മൾ എലാസ്റ്റിക് വെക്കുമ്പോൾ എലാസ്റ്റിക് തിരിഞ്ഞ് പോകരുത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ പീസ്, ആ പീസിലാണ് നമ്മൾ എലാസ്റ്റിക് അടിച്ചു കൊടുക്കേണ്ടത്. അടിച്ച് ജസ്റ്റ് നന്നായിട്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് 2-3 സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ലോക്കായി നിൽക്കും. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഒരു അടിത്തുമ്പുണ്ടല്ലോ, ആ അടിത്തുമ്പിലാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബാൻഡിൻ്റെ സൈസിൽ തന്നെ അനുസരിച്ചിട്ട് എലാസ്റ്റിക് വെക്കുക കേട്ടോ. എലാസ്റ്റിക് തിരിഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് ആ ഒരു ഒരേ ലൈനിൽ വേണം നിൽക്കാൻ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ സൂചി കൊണ്ട് പിന്നുകൊണ്ട് എന്തെങ്കിലും കുത്തി നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തിരിഞ്ഞു പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, ആ മേലെ ഇതുപോലെ ഒരു പീസ് ഉണ്ടാവും, അതിന് കവർ ചെയ്ത് നമുക്ക് എടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എലാസ്റ്റിക്കിൻ്റെ താഴോട്ടേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ച് വരരുത്, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ അടിച്ചു പോകണം. അപ്പോൾ നമ്മൾ മേലെന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേലെന്ന് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് 2 സ്റ്റിച്ച് ഇങ്ങനെ തള്ളി കൊടുത്തിട്ട് ഒരു എന്താ പറയുക, ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഒരു 2 സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ എലാസ്റ്റിക്കിനെ കവർ ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരും. ഓക്കെ, എലാസ്റ്റിക് അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും, പതുക്കെ അടിച്ചാൽ മതി. നിങ്ങൾക്ക് എലാസ്റ്റിക്കിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വീഴുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഇറക്കിയിട്ടൊന്ന് അടിക്കുക കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ട് ആകുന്ന രീതിക്ക് പ്രശ്നമില്ല. നമ്മൾ എലാസ്റ്റിക്കിനോട് ചേർന്ന് തന്നെ അടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് ഇറക്കിയിട്ടാണെങ്കിലും സൂചി അതിൽ തട്ടാത്ത രീതിക്ക്, സ്റ്റിച്ച് വീഴാത്ത രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടാകുന്നത് ആ രീതിക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എലാസ്റ്റിക് അടിക്കുമ്പോൾ തുണി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം അങ്ങനെ തള്ളി ബാക്കിലോട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് അടിച്ച് ഇങ്ങനെ കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് പതുക്കെ നമ്മളിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മെത്തേഡ് കിട്ടും കേട്ടോ. ഓക്കെ, എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു എൻഡിൽ എത്തിയിട്ട് മേലോട്ടേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്തൊരു പ്രഷർ ഫുഡ് വീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റാർട്ടപ്പിൽ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ വേസ്റ്റ് പിന്നെ നൂലൊക്കെ പിസിലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സ്റ്റിച്ച് വരും കേട്ടോ, കണ്ടോ. ഇതുപോലെ 2 സ്റ്റിച്ച് നമ്മളങ്ങനെ 2 സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇടാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് എലാസ്റ്റിക് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ എല്ലാ ആ ഒരു തുണികളും കറക്റ്റായിട്ട് ഈവണായിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ആവത്തുള്ളൂ. എന്നിട്ട് നന്നായി വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എലാസ്റ്റിക് നമ്മൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് താഴോട്ടേക്കും ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു മേൽ വശമൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ തുണി തിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്യുക കേട്ടോ. എലാസ്റ്റിക് അടിക്കുമ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എത്ര പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്ന രീതിക്ക് ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സ്പീഡായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് കണ്ടു നോക്കുക. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.